ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജിറ്റ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് റിയൽമി 3 Pro എന്ന വരാനിരിക്കുന്ന ഒരു നല്ല ഫോണിനെ കുറിച്ചാണ്. റെഡ്മി നോട്ട് 7 Pro പോലുള്ള മികച്ച ഫോണിന് ഗംഭീര കോമ്പറ്റീഷൻ കൊടുത്തുകൊണ്ട് വരാൻ പോകുന്ന ഒരു ഫോണാണ് റിയൽമി 3 Pro. പരസ്യമായ ഒരു വെല്ലുവിളി പോലെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഫോണിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. കാരണം ഇതിന്റെ കൂടുതൽ ലീക്സ് റൂമേഴ്സ് ഒന്നും വരുന്നില്ല. വളരെ സൈലന്റ് ആയിട്ടാണ് ഈ ഫോൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു കാര്യവും കമ്പനി പറയുന്നില്ല. ആ കമ്പനി പറയാത്ത കുറെ കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് നമുക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ലോഞ്ച് ഡേറ്റ് എന്നാണ്, ഇതിനെക്കുറിച്ച് വരുന്ന ഫേക്കായ വാർത്തകൾ എന്തൊക്കെയാണ്, അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് റിയൽമി 3 Pro എന്തായി അതിന്റെ കാര്യങ്ങളെന്ന്. അത് തന്നെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാരണം. എങ്കിലും കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ്, വേറെ ഒന്നുമല്ല, നിങ്ങൾ മര്യാദയ്ക്ക് ഈ വീഡിയോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ചാനൽ നോക്കണം, ഈ ഒരു ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തോടുകൂടി ഇനി വൈകിയാൽ ശരിയാവില്ല എന്ന് തോന്നി. അങ്ങനെയാണ് ഈ വീഡിയോ. പിന്നെ അതിനിടയ്ക്ക് ഒരു കാര്യം പറയുകയാണ്, നിങ്ങളോട് കാണുന്നത് യൂണിവേഴ്സൽ ഫിലിംസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന്റെ ലോഗോ ആണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. ആ ചാനൽ ഒന്ന് സന്ദർശിച്ച് നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. സിനിമ റിവ്യൂസും സിനിമ അപ്ഡേറ്റ്സും ഒക്കെ നമ്മൾ ആ ചാനലിലൂടെ തരുന്നുണ്ട്. ഇഷ്ടമുള്ള വിഷയമാണെന്ന് തോന്നിയാൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഒപ്പം തന്നെ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് റിയൽമി 3 Proയുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഒരു നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളും വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ഒക്കെ തന്നെയാണെന്നാണ് പറയുന്നത്. ചിലർ പറയുന്നു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാവും. അതെന്തായാലും കൺഫേം അല്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ മെറ്റൽ ഫ്രെയിം, കുറച്ച് സ്ട്രോങ് ആയ ബോഡി ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് റെഡ്മി നോട്ട് 7 Pro പ്ലാസ്റ്റിക് ബോഡിയാണ്. അപ്പോൾ കുറച്ച് ബെറ്ററായ സ്ട്രോങ് ആയ മെറ്റൽ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് Gorilla Glass 5x6 ഒക്കെ പ്രൊട്ടക്ഷനോടുകൂടി നല്ലൊരു സ്ട്രോങ് ആയ ഡിസൈനിലായിരിക്കും ഈ ഫോൺ വരിക. അതാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞുള്ള കാര്യം. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 675 അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 710, ഇതിൽ ഏതെങ്കിലും ഒരു പ്രോസസർ ആയിരിക്കും. ഇതിൽ ഏത് വെച്ചാലും ആ റേഞ്ചിലെ ബെസ്റ്റ് ഫോണായിട്ട് മാറും, അതിൽ യാതൊരു സംശയമില്ല. ഓൾറെഡി നമുക്ക് റെഡ്മി നോട്ട് 7 Pro സ്നാപ്ഡ്രാഗൺ 675 കൊണ്ട് നിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ബെസ്റ്റ് ആവില്ല എന്നൊരു ചോദ്യം വരും. പക്ഷേ അതിൽ MIUI 10 എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അത് അത്ര കണ്ടൊരു പെർഫോമൻസ് തരുന്ന ഒരു സംഭവമല്ല. നമുക്കറിയാം ഗാലക്സി M20യുമായിട്ട് റെഡ്മി നോട്ട് 7 ഒരു സ്പീഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പലരും അത് ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്ത്, ഫേക്ക് ഒന്നുമല്ല, അത് ധാരാളം അത്തരം ടെസ്റ്റുകൾ യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ ആകാംക്ഷ കൊണ്ടൊന്ന് നടത്തി നോക്കിയതാണ്. സംഭവം ശരിയാണെന്ന് കണ്ടപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യായിരുന്നു. ആ ഒരു ടെസ്റ്റിൽ M20 ജയിക്കാൻ കാരണം സ്നാപ്ഡ്രാഗൺ 660 ബെറ്ററായ പ്രോസസർ M20യിൽ ഉണ്ടായതുകൊണ്ടല്ല, പകരം ആ 660 വെച്ചിരിക്കുന്ന ഷവമിയുടെ റെഡ്മി നോട്ട് 7 MIUI 10 ആ ഒരു UIയുടെ പോരായ്മ കൊണ്ടാണ്, അല്ലെങ്കിൽ ആ UIയുടെ പെർഫോമൻസ് കുറവുകൊണ്ടാണ്. അതേ UI ആണ് നമ്മുടെ റെഡ്മി നോട്ട് 7 Proയിൽ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ആ പെർഫോമൻസിന്റെ ഒരു ചെറിയ കുറവ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സംഭവം നിലനിൽക്കലെ അതേ പ്രോസസർ വെച്ചുകൊണ്ട് വേറൊരു ഫോൺ വരികയാണ്, ബെറ്ററായ പെർഫോമൻസ് തരുന്ന UI. അതിപ്പോൾ കളർവൈസ് 6 ആയാലും എന്തായാലും ബെറ്ററായ പെർഫോമൻസ് ആ UIക്ക്, ബെറ്ററായ ഒരു ഒപ്റ്റിമൈസേഷൻ ആ UIക്ക് തരാൻ കഴിഞ്ഞാൽ കുറച്ച് ബെറ്ററായ പെർഫോമൻസ് ആ ഡിവൈസിന് കിട്ടും. അതായത് സെയിം പ്രോസസർ വെച്ചാൽ പോലും കുറച്ച് ബെറ്ററായ പെർഫോമൻസ് ആ ഡിവൈസുകൾക്ക് തരാൻ കഴിഞ്ഞു. ഇനി അഥവാ സ്നാപ്ഡ്രാഗൺ 710 വെച്ചുകൊണ്ട് വന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും സെയിം അല്ലെങ്കിൽ കുറച്ച് ബെറ്ററായ പ്രോസസർ വെച്ചുകൊണ്ടായിരിക്കും റിയൽമി 3 Pro വരിക. പിന്നെ അതിനകത്ത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും ഉണ്ടായിരിക്കും. അതായത് റെഡ്മിയിലുള്ള നമുക്ക് ഹൈബ്രിഡ് ആണ്, ഒരു സിമ്മും മെമ്മറി കാർഡും അല്ലെങ്കിൽ 2 സിമ്മേ പറ്റൂ. അതേസമയം റിയൽമി 3 Pro വരുമ്പോൾ 3 ഒരേ സമയം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, 2 സിമ്മും മെമ്മറി കാർഡും. അപ്പോൾ മികച്ച ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റും അതിൻ്റെ ഒപ്പം തന്നെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് പോലുള്ള ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും, ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 9, കളർവൈസ് 6 മറ്റോ ഉള്ള പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ വെർഷൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മികച്ച ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഈ ഫോൺ ഉണ്ടായിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം ഒന്നും കൺഫേം അല്ല, 4500 mAh എന്ന് പലയിടത്തും പറയുന്നത് കേൾക്കുന്നു. എന്തായാലും അത് വരുമ്പോൾ നമുക്ക് നോക്കാം. ക്യാമറയിലേക്ക് വരുമ്പോൾ 16 MP പ്ലസ് 5 MP ഡുവൽ റിയർ ക്യാമറയാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. 48 MP ഇല്ലേ റെഡ്മി നോട്ട് 7 Proയിൽ 48 MP ഇല്ലേ എന്നൊരു സംശയം വരും. ആ ഒരു സംഭവത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ക്ലാരിഫിക്കേഷൻ വേറെ ഒന്നുമല്ല, നമ്മുടെ മാധവനോട് ചോദിക്കാമെന്നുള്ള ഒരു പരിപാടിയുണ്ട് റിയൽമിയുടെ യൂട്യൂബ് ചാനലിൽ, ആസ്ക് മാധവ് എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഒരു സംഭവത്തിന്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളോട് കാണുന്നത്. ഇതിനകത്ത് 2 മിനിറ്റ് 40 സെക്കൻഡിൽ മാധവനോട് ഒരു ചോദ്യം വരുന്നുണ്ട്, റിയൽമി അടുത്ത ഒരു 48 MP ക്യാമറ എപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നത്? ഇതിന് മറുപടിയായിട്ട് മാധവ് പറയുന്നത് എങ്ങനെയാണ്, 48 MP എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ടേമാണ്, അല്ലെങ്കിൽ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ആൾക്കാരെ 48 എന്ന് പറഞ്ഞുകൊണ്ട് ആകർഷിക്കാനുള്ള ഒരു തന്ത്രമാണ്, അല്ലാതെ അതിനപ്പുറം അതിന് വലിയൊരു ക്വാളിറ്റി വ്യത്യാസമൊന്നും തരാൻ കഴിയില്ല എന്നാണ് മാധവ് പറയുന്നത്. അതിന് പകരം അത് സോഫ്റ്റ്വെയർ സൈഡിലാണ് കൂടുതലായിട്ട് ആ ഒരു സംഭവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. റിയൽമി ചെയ്യാൻ പോകുന്നത് അങ്ങനെയല്ല, പകരം സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒരേപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് 48 സംഭവം എടുത്തു കളഞ്ഞിട്ട് ബെസ്റ്റ് ഔട്ട്പുട്ട് തരുന്ന ഒരു ക്യാമറ സെറ്റപ്പ് റിയർ സൈഡിൽ ഒരുക്കുകയാണെന്നാണ് പറയുന്നത്. ഇത് മാധവ് തന്നെ നേരിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് റിയൽമി 3 Proയിൽ 48 MP ക്യാമറ കിട്ടാൻ സാധ്യത ഇല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.
ഫ്രണ്ട് സൈഡിലെ ക്യാമറയെ കുറിച്ച് വലിയ ക്ലാരിഫിക്കേഷൻ ഒന്നുമില്ല, എങ്കിലും 20 മെഗാ പിക്സൽ ഉണ്ടാവുമെന്നൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 4000 അല്ലെങ്കിൽ 4500 mAh ബാറ്ററി. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ. ഈ കാര്യങ്ങളെല്ലാം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ എന്തെങ്കിലും ലീക്ക് കിട്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടോ എന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം റിയൽമി 3യുടെ ലോഞ്ച് ഇവന്റിൽ അവർ തന്നെ കാണിച്ച ഒരു സംഭവം, അല്ലെങ്കിൽ മാധവ് സെറ്റ് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ കാണുന്ന ഒരു പോസ്റ്റിനെ വെച്ചുകൊണ്ടാണ്. ഈ സ്ക്രീൻഷോട്ടിൽ ആദ്യം തന്നെ പറയുന്നത് റെഡ്മി നോട്ട് 7 പ്രോയുടെ കാര്യം ഒരു സൈഡിൽ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട്, മറ്റേ സൈഡിൽ സ്പീഡ് അവേക്ക് എന്ന് പറഞ്ഞ റിയൽമി 3 കാണിക്കുന്നുണ്ട്. അപ്പൊ കമ്പാരിസൺ കാണിച്ചുകൊണ്ടാണ് വരുന്നത്, അതിനേക്കാൾ ബെറ്റർ ആവുമെന്നാണ് പറയുന്നത്. ആ കാര്യത്തിൽ എടുത്ത് കാണിക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ബോഡി എന്ന് കൃത്യമായിട്ട് എഴുതുന്നുണ്ട് റെഡ്മി നോട്ട് 7ന്റെ ഭാഗത്ത്. അതിന്റെ കാരണം അതിനേക്കാൾ ബെറ്റർ ആയ ഒരു ബോഡി, അതായത് മെറ്റൽ ഫ്രെയിം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കുമെന്നാണ് അതിൽ മനസ്സിലാക്കുന്നത്. ഹൈബ്രിഡ് സിം അത് പ്രത്യേകം പറയുന്നുണ്ട്. 3യുടെ ലോഞ്ച് ഇവന്റിലും പ്രത്യേകം പറയുന്നുണ്ട് കസ്റ്റമേഴ്സിന് ആവശ്യം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 3 പ്രോയിലും ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ഉണ്ടാവും. 675 നമുക്ക് റെഡ്മി നോട്ട് 7 പ്രോയിൽ കിട്ടുന്നത്. അപ്പോൾ അതിനേക്കാൾ ബെറ്ററോ അല്ലെങ്കിൽ അത് തന്നെയോ വെച്ചുകൊണ്ടായിരിക്കും ഈ റിയൽമി 3 പ്രോയും വരിക. അതേപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കണം ഈ റൂമേഴ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും തെറ്റാണെന്നും പറയാൻ വഴിയില്ല. കാരണം ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ, ഈ ട്വീറ്റ് കാണുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. ഏറെക്കുറെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിയൽമി 3 പ്രോയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് തന്നെയാണ്. അപ്പൊ ഇതാണ് റിയൽമി 3 പ്രോ. ഈ റൂമേഴ്സ് എല്ലാം ഈ ഒരു പോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ 48 മെഗാ പിക്സൽ ക്യാമറയില്ല. ലോഞ്ച് വരുന്നത് ഏപ്രിൽ, ഈ മാസം തന്നെയാണ്. കൃത്യമായ ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഓൾറെഡി ലോഞ്ച് ഇവന്റിൽ തന്നെ ഈ ഒരു പോസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം സി യു ഇൻ ഏപ്രിൽ എന്നാണ് പറയുന്നത്, ഈ മാസം എന്നാണ്. മാത്രമല്ല റിയൽമിയുടെ ഇന്ത്യ സപ്പോർട്ട്, അവരുടെ ഇന്ന് സപ്പോർട്ട് ടീം റിപ്ലൈ തരുന്നുണ്ട് ഈ മാസം തന്നെ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ആവുന്നുണ്ട്. അപ്പൊ ഏപ്രിൽ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ആവാണ്. ഈ പറഞ്ഞ കണ്ടീഷനിലായിരിക്കും ഇത് വരിക. മെയിൻലി 48 മെഗാ പിക്സലിലൂടെ എക്സ്പെക്ട് ചെയ്യേണ്ട. അപ്പൊ ഇത്രയുമാണ് നമുക്ക് റിയൽമി 3 പ്രോയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ അറിയുമ്പോൾ നമ്മൾ അതിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വരാം. എന്തായാലും 3 പ്രോയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം.